ഇനി ചർച്ചയില്ല, ഞാൻ ചർച്ചയ്ക്കില്ല. കാരണം പറഞ്ഞ മനസ്സിലാകാതെ ചർച്ചയ്ക്കില്ല. കട്ട് ചെയ്തോ. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗമായ എം.വി. ഗോവിന്ദൻ അദ്ദേഹത്തിന് ഈ പാർട്ടിയിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലായില്ലെങ്കിൽ അദ്ദേഹം ഇന്ന് രാജിവെച്ച് പോകേണ്ടതാണ്. അയാൾക്ക് ഈ പരിപാടിയെ പറ്റില്ല എന്നുള്ളതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ പ്രവർത്തകർ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് CPM-ന്റെ സംഘടനാ സംവിധാനമോ തകരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വിഡ്ഢികളുടെ സ്വർഗത്തിലിരുന്ന് കാണുന്ന മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിരിക്കും. ഈ നാലാംകിട മൂരികളുടെ ഭാഷയിൽ നിന്ന് ചേട്ടൻ സംസാരിക്കുന്നത് കാരണം ഈ നാലാംകിട മൂരികളെ പോയിട്ട് ഈ മറ്റേ വലിയ രീതിയിൽ മറ്റേ ആളുകളുടെ ഫോട്ടോ എടുത്ത് വെക്കുക, ശൈത്യ തുപ്പുക, ചവിട്ടുക, ബോംബറിഞ്ഞ് ഫ്ലക്സ് തകർത്ത് കളയുക, ചില മൂരികൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ പിന്നെ ബോംബ് പൊട്ടിക്കൊക്കെ ചെയ്ത പാർട്ടി ആരാന്ന് കേരളത്തിലെ ഓരോ ആൾക്കറിയാം. അയാൾ മാതൃകാപരമായ നേതാവെല്ലാം ഞാൻ എല്ലാ കാലത്തും പറയും. അത് നിങ്ങളുടെ അനുഭവം. അല്ലെങ്കിൽ അയാൾ ഗോവിന്ദ മാഷ് അയാളെ ഭാര്യ. നമസ്കാരം രാജേട്ടാ, ഈ UDF നേടിയിട്ടുള്ള ഉജ്ജ്വല വിജയം, CPM-നെതിരായിട്ട് വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, UDF-കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിജയത്തിന് കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളാപ്പള്ളി നടേശനാണ്. ഒരൊറ്റ വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ വർഗീയ പരാമർശങ്ങളുമാണ് ഈ ഒരു UDF വിജയത്തിന് കാരണം എന്നുള്ളതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഒരാളും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ആരെ? നികേഷ് കുമാർ. കാരണം നികേഷ് കുമാറിന്റെ ഫാക്ടറിയിലൂടെ ഉൽപ്പാദിപ്പിച്ച കുറേ സംഭവങ്ങൾ അമിട്ടുപൊട്ടുന്ന പോലെ പൊട്ടിപ്പോയി എന്നുള്ളതാണ് ഇതിലെ വിഷയം. കാരണം അദ്ദേഹം കാലഹരണപ്പെട്ട ചില രീതികളായിരുന്നു ഇതിൽ ഇലക്ഷനെ നേരിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് UDF-ന് വലിയ ഗുണം ചെയ്തു എന്ന് തന്നെ നമ്മൾ കാണണം. പ്രത്യേകിച്ചിട്ടും VD സതീശനെതിരെ നുണേശൻ എന്നുള്ള പേര് നൽകി നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചു. ഒരു ആരോപണങ്ങളും പൊതുജനം ഏറ്റെടുത്തില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പരിശോധിക്കേണ്ടത്. CB ആദ്യം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ വലിയ പരിധിവരെ UDF-നെ വിജയിപ്പിക്കുന്നതിൽ വലിയ മുഖ്യ പങ്ക് വഹിച്ചു. പമ്പയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ കൈപിടിച്ച് അദ്ദേഹത്തിൻ്റെ 1-ാം നമ്പർ കാറിൽ കയറിയതോടുകൂടി യഥാർത്ഥത്തിൽ ജൂനിയർ മാൻഡ്രാക്കിനെ കൈമാറിയതുപോലെ ആയി എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം നടത്തിയിരിക്കുന്ന പത്രസമ്മേളനങ്ങൾ, UDF-നെതിരെ നടത്തിയിരുന്ന ആരോപണങ്ങൾ, മുസ്ലിം ലീഗിനെതിരെ നടത്തിയ ആരോപണങ്ങൾ, മുസ്ലിം വിഭാഗത്തെ ആകെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ എല്ലാം UDF-ന് വലിയ തരത്തിൽ വിജയിച്ച് കയറാനുള്ള സാധ്യതയുണ്ടാക്കി എന്നുള്ളതാണ്. ഞാൻ ഇതിൽ കാണുന്നത് മറ്റ് ചില സംഭവങ്ങളും കൂടിയുണ്ട്. അതായത് CPM കാണിച്ചിരിക്കുന്ന ചില അബദ്ധങ്ങൾ, അല്ലെങ്കിൽ CPM നയപരമായി കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന വിഷയങ്ങൾ തീർത്തും വൈകാരികമായി സമീപിച്ചതിൻ്റെ ദുരന്തവും കൂടിയാണ് ഈ തോൽവി എന്ന് നമ്മൾ ഇതിൽ കാണണം. വെള്ളാപ്പള്ളി നടേശൻ ഈ വർഗീയ പരാമർശങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ ഇവർ തള്ളിപ്പറയാൻ തയ്യാറാവണമായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും CPM-ന്റെ ഒരു നേതാവും വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറഞ്ഞില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ആദരിച്ച് ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പടങ്ങളാണ് പിന്നീട് നമ്മൾ കേരളത്തിൽ മൊത്തം പ്രചരിക്കുന്നത് കണ്ടത്. ഇത് നൽകിയ സന്ദേശം എന്താണ് എന്ന് വെച്ചാൽ, ഭൂരിപക്ഷ വർഗീയതയെ നമ്മൾ നെഞ്ചോട് ചേർക്കുന്നെന്നും ന്യൂനപക്ഷ വിഭാഗങ്ങളെ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ള കൃത്യമായ സന്ദേശമായിരുന്നു പിണറായിയും അതേപോലെ തന്നെ CPM ആകെ തന്നെ നൽകിയത്. ഇത് വലിയ തിരിച്ചടിക്ക് കാരണമായി തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. രണ്ടാമത് CPM സ്വീകരിച്ച CPM എല്ലാ കാലത്തും ചില വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് അത് പഠിക്കാനും അതിൽ വ്യക്തതയോടുകൂടി ഇടപെടാനൊക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ വലിയ വിഷയങ്ങളുണ്ടായപ്പോൾ ഈ വിഷയങ്ങളെ പഠിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അടവൻ്റായ നിലപാട് സ്വീകരിക്കുകയും നമ്മൾ പറയുന്നതാണ് ശരി എന്നും നമ്മൾ പറയുന്നത് മാത്രമേ അണികൾ സ്വീകരിക്കുകയുള്ളൂ എന്നും നമ്മൾ പറയുന്ന സ്ഥാനാർത്ഥിക്ക് നമ്മൾ പറയുന്ന ചിഹ്നത്തിൽ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്നും ജനങ്ങളെ വല്ലാത്ത രീതിയിൽ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് CPM-ന്റെ ഈ പരാജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പിന്നെ ആരുമായും വോട്ടിന് കൂട്ടുകൂടാമെന്നും എന്ത് തരത്തിലും അഭിപ്രായങ്ങൾ മാറ്റി പറയാമെന്നും ഉള്ള രീതിയും ഈ CPM-ന്റെ തിരിച്ചടിക്ക് കാരണമായി എന്ന് പറഞ്ഞു. കാരണം നേരത്തെയൊക്കെ CPM-ന് വളരെ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു, നയമുണ്ടായിരുന്നു. കേവലം അധികാരത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നൊരു പാർട്ടി ആയിരുന്നില്ല. പക്ഷേ ഇത്തവണയൊക്കെ നമ്മൾ കണ്ടതെന്താണ്? പിണറായി വിജയൻ 3-ാം തവണയും അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലും വിട്ടുവീഴ്ചകൾ ചെയ്യുകയും എല്ലാ അധാർമിക ശക്തിയുമായി കൈകൊടുക്കുകയും കൂട്ടുകൂടാനൊക്കെ ശ്രമിച്ചു എന്നുള്ളതാണ് ജനങ്ങൾ പൂർണ്ണമായും ഈ സർക്കാരിനെ ചവിട്ടിപ്പുറത്താക്കിയെന്ന് വേണം പറയാം. കേവലമായ ഒരു വിജയമല്ല UDF-നുണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തള്ളിക്കളയലായിരുന്നു.
ജനങ്ങൾ പൂർണ്ണമായും ഇവർ വേസ്റ്റ് കൊട്ടയിലേക്ക് തള്ളി. ഇതിനകത്ത് ഒരു കാര്യം എന്താ വെച്ചാൽ CPM മാത്രമല്ല CPM-നെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുള്ളത്. CPM-ന്റെ വോട്ടുകൾ എങ്ങനെ ചോർച്ച സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ പാർട്ടി തലത്തിൽ അവർ നടത്തട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പക്ഷേ അതേ സമയത്ത് തന്നെ എം സ്വരാജ് പറഞ്ഞിരിക്കുന്ന അനർഹമായ ഒരു പരാജയം, അനർഹമായ പരാജയം എന്ന് മാത്രമേ സ്വരാജിന് പറയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് അത് അർഹമായ പരാജയം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ പരാജയങ്ങൾക്കെല്ലാം സ്വരാജ് അടക്കം കാരണക്കാരനാണ് എന്നാണ് ഞാനിൽ വിലയിരുത്തുന്നത്. കാരണം ധാർഷ്ട്യത്തോടു കൂടിയുള്ള സമീപനം, എല്ലാ വിഷയങ്ങളെയും അവർ അപഗ്രഥിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ മേൽക്കൈ നേടിയ ഒരു നേതാവ് എന്നുള്ളത്. സ്വരാജൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പോലും എടുത്താൽ പൊങ്ങാത്ത തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നു, അധിക്ഷേപ ശരങ്ങൾ പ്രയോഗിക്കുന്നു. എല്ലാം ഇപ്പം കുഞ്ഞികൃഷ്ണനെയൊക്കെ അദ്ദേഹം കള്ള എന്ന് വിളിച്ചു. യഥാർത്ഥത്തിൽ അവിടെ ആരാണ് കള്ളൻ എന്ന് പാർട്ടി അന്വേഷണം നടത്തിയിട്ട് തീരുമാനിച്ചിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ കള്ള എന്ന് പോയി വിളിക്കുന്നതിൻ്റെ ആവശ്യമൊന്നും യഥാർത്ഥ സുരാജിന് ഉണ്ടായിരുന്നില്ല എന്നല്ല. സുരാജിനെ സംബന്ധിച്ച് CPM-ന്റെ സംഘടനാ സംവിധാനം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. സംഘടനാ സംവിധാനമൊക്കെ ശരിയാണ്. പക്ഷെ വോട്ട് എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് സമയം എന്ന് പറയുന്നത് ആകെ എല്ലാ ആളുകളെയും ഒരുമിച്ച് കൊണ്ടുപോകാനും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ പെട്ടെന്ന് ഷൂട്ടൗട്ട് നടത്തി, അതായത് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് തന്നെ ഒരു വോട്ട് പോലും ചോരാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് പകരം എല്ലാ ആളുകളെയും വെല്ലുവിളിക്കുന്നത്. ഇപ്പം സമ്മേളന സമയത്തൊക്കെ ആണെങ്കിൽ ആളുകളെ വെല്ലുവിളിക്കാം, ഇത്തരത്തിലൊക്കെ ചെയ്യാം. പക്ഷേ ഇത് സമ്മേളന സമയമായിരുന്നില്ലല്ലോ, സംഘടനാ തെരഞ്ഞെടുപ്പും ആയിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേരളം തുടർന്ന് 5 വർഷക്കാലം ആര് ഭരിക്കണം, കഴിഞ്ഞ 10 വർഷത്തെ കാലത്തെ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്തപ്പെടുന്ന ഒരു സമയമായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമയങ്ങളിൽ എന്ത് ചെയ്യണം? ആളുകളെ പൂർണ്ണമായും കൂടെ നിർത്താനും ജനങ്ങളുടെ വികാരങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും പദ്ധതികൾ തയ്യാറാക്കാനുള്ള കെൽപ്പുള്ള ഒരു നേതൃത്വം യഥാർത്ഥത്തിൽ CPM-ന് ഇല്ലാതെ പോയി എന്നാണ് കാണേണ്ടത്. എല്ലാ കാലത്തും നമുക്കറിയാം CPM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഇത്തവണ പാർട്ടി സെക്രട്ടറിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സീറ്റ് ഉറപ്പിക്കാനും ആ ഉറപ്പിച്ച സീറ്റ് വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ അവിടെ വിജയിപ്പിച്ചെടുക്കാനുമുള്ള തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലായിരുന്നു എന്നുള്ളതാണ്. തളിപ്പറമ്പിൽ വിജയിക്കുക മാത്രമായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ ലക്ഷ്യം എന്നുള്ളതാണ്. കേരളത്തിലെ 140 മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ, ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു കർത്തവ്യത്തിൽ ഏർപ്പെടേണ്ടിയിരുന്ന ഗോവിന്ദ മാഷ് ഇത്തവണ വയർത്ത് കുളിച്ച് നാശമായത് തളിപ്പറമ്പിൽ തോറ്റുപോകും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായപ്പോഴാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? തളിപ്പറമ്പ് തോറ്റുപോയി. തളിപ്പറമ്പിൽ PK ശ്യാമള എന്ന് പറയുന്ന ഒരാൾ സ്ഥാനാർത്ഥിയാവുന്നത് MV ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യ എന്നുള്ള രീതിയിലല്ല സുബി. പക്ഷെ അതിനകത്തൊരു അസ്വാഭാവികത ധാർമ്മികതയുണ്ട്. അതിനകത്തൊരു അസ്വാഭാവികത ഉള്ളത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള പത്രമാധ്യമങ്ങളും അതോടൊപ്പം തന്നെ CPM-നെ ആക്രമിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആളുകളും ഇതിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തും എന്നുള്ളൊരു സാമാന്യ ബോധം അദ്ദേഹത്തിനുണ്ടാവേണ്ടതായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗമായ MV ഗോവിന്ദൻ അദ്ദേഹത്തിന് ഈ പാർട്ടിയിലെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് മനസ്സിലായില്ലെങ്കിൽ അദ്ദേഹം ഇന്ന് രാജിവെച്ച് പോകേണ്ടതാണ്. അയാൾക്ക് ഈ പരിപാടിയെ പറ്റില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാനുള്ള കേൾപ്പില്ലെങ്കിൽ അയാൾ എന്ത് നേതാവാണ്? നേതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങളുടെ അണികളുടെ വൈകാരികമായ ഈ നിലയെ കൃത്യമായി തിരിച്ചറിയാൻ പറ്റുന്ന ഒരാൾക്ക് നേതാവാൻ പറ്റുള്ളൂ. ഒരു മാസ് സൈക്കോളജി മനസ്സിലാക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നേതാവാൻ പറ്റുക? ഗോവിന്ദ മാഷൊക്കെ എന്ത് നേതാവാണ്? മാത്രമല്ല പയ്യന്നൂരിൽ വലിയ വിഷയം അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ, കാരണം MV ഗോവിന്ദൻ മാഷ് ഇന്നലെ രാവിലെ പൊട്ടിമുളച്ചതല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ച് പറയരുത്. അല്ലല്ല, അങ്ങനെ സംസാരിക്കരുത്. കാരണം MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ രാവിലെ പൊട്ടിമുളച്ചതല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായിട്ട് യാതൊരു താങ്കൾക്ക് പാർട്ടിയോടുള്ള വൈരാഗ്യം കൊണ്ട് പറയുന്നത്. ഒരു നിഷ്പക്ഷമായിട്ട് വേണം ഒരു തെരഞ്ഞെടുപ്പ്. നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? CPM എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാർട്ടി നേതാവ് അത് പറയേണ്ട ഭാഷയുണ്ടല്ലോ, ആ പറയേണ്ട ഭാഷയിലാണല്ലോ സംസാരിക്കേണ്ടത്. മറിച്ചതല്ലാണ് മറ്റേ നമുക്ക് വിമർശിക്കാം ഒരു വ്യക്തിയെ. ഞാൻ വിമർശിച്ചാണ് എന്റെ രീതിയിൽ. ഇതാണോ വിമർശനം? ഇതൊന്നും വിമർശനമല്ല, ഇത് വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപിക്കലാണ്. അങ്ങനെയല്ല ഞാൻ അത് വ്യക്തിപരമായ അധിക്ഷേപിക്കണം. ഗോവിന്ദ മാഷ് പോലെയുള്ള ഒരു നേതാവിന് ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ യാതൊരു തരത്തിലുള്ള. ഗോവിന്ദൻ മാഷ് നേതാവാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം നേതാവാണ്, സഖാവാണ് അദ്ദേഹം. സഖാവ് എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയോ? അല്ല, എനിക്കറിയാമല്ലോ. സഖാവ്
സഖാവ് എന്നുള്ള അർത്ഥം അറിയാം. സിബി ഈ അടുത്ത കാലത്തല്ലേ ഈ ഞാനൊരു സഖാവല്ല, ഞാനൊരു CPM അല്ല, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഗോവിന്ദൻ മാഷക്ക് ഈ പാർട്ടിനെ നേതൃത്വം ഒരുക്കാനുള്ള യാതൊരു ധാർമ്മികത അത് പറഞ്ഞോളൂ. പക്ഷേ ഗോവിന്ദൻ മാസ്റ്റർ സൈക്കോളജി അറിയ നേതാവായിട്ട് ഇരിക്കാൻ ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ രാവിലെ വന്നൊരു വ്യക്തിയല്ലല്ലോ. അല്ലല്ല, ഇന്നലെ വന്നോ നാളെ വന്നൊരു വ്യക്തിയല്ലല്ലോ. അദ്ദേഹത്തിന്റെ വ്യക്തിയല്ലോ. ഇവിടെ ജനങ്ങൾക്കിടയിൽ തന്നെ പ്രവർത്തിച്ചു വളർന്ന നേതാവല്ലേ. പ്രവർത്തിച്ചു. നമുക്കത് പറയാം. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഗോവിന്ദൻ മാസ്റ്റർക്ക് ഉണ്ടായിട്ടുള്ള തെറ്റുകൾ എന്താണോ അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ ആരെ ചൂണ്ടിക്കാണിക്കാൻ, ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത നിലയിലേക്ക് തകർന്നു പോയ ഒരു പാർട്ടിനെ എവിടെ ചൂണ്ടിക്കാണിക്കാൻ? തോന്നലല്ലേ, നമ്മൾക്ക് കമ്മ്യൂണിസ്റ്റ് വിരോധം വെച്ചിട്ട് നമുക്ക് ഞാനൊരു കാര്യം പറയട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ പ്രവർത്തകർ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരുത്താൻ ശ്രമിച്ചു എന്നതിനപ്പുറത്തേക്ക് CPM-നോ CPM-ന്റെ സംഘടനാ സംവിധാനമോ തകരും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വിഡ്ഢികളുടെ സ്വർഗത്തിലിരുന്ന് കാണുന്ന മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിരിക്കും. ഞാനിത് നേരത്തെയും പറഞ്ഞപ്പോ CBI എന്താ പറഞ്ഞത്? ഒന്നും സംഭവിക്കില്ലെന്നാ. സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്നു തകർന്ന് ഞാനിപ്പോഴും പറയുന്നു ഉള്ളു പൊള്ളയായ ഒരു സംവിധാനമാണ് CBI. കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് പറയാമെന്ന്. കമ്മ്യൂണിസ്റ്റ് വിരോധം കൊണ്ട് പറയാം. ഞാൻ പറയട്ടെ, ഒറ്റ നിമിഷം, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറഞ്ഞോളട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് 3 BJP അക്കൗണ്ടുകൾ കേരളത്തിൽ തുറക്കും. ആരുടെയാ തുറന്നത്? CPM-ന്റെ 3. അവിടെ പരാജയപ്പെട്ട CPM ആണ്. അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയത്. അല്ല, അവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പോയതാണ്. കോൺഗ്രസിലെ പോയത്. നിങ്ങൾ കോൺഗ്രസ് 3-ം സ്ഥാനത്ത് പോയതിനെ കുറിച്ച് CPM-നും CPI-ക്കും സീറ്റ് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് സംസാരിക്കൂ. അതല്ല സംസാരിക്കാൻ പറഞ്ഞത്, അതാണ് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞത്. ആ സമയത്ത് തോറ്റു എന്ന് സമ്മതിച്ചല്ലോ. ഞാൻ CPM-ന് വേണ്ടി വാദിക്കാൻ വന്നിരിക്കുന്നതല്ലോ. ഞാൻ ഒരിക്കലും CPM-ന് വേണ്ടി വാദിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നതല്ല. പക്ഷെ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MP ഗോവിന്ദൻ മാസ്റ്ററുടെ നേതാവല്ല അയാൾക്ക്. അത് താങ്കൾക്ക് MP ഗോവിന്ദൻ മാസ്റ്ററോട് വ്യക്തിപരമായി എന്തെങ്കിലും വൈരാഗ്യമായിരിക്കാം. അതല്ലാണ്ട് ഇന്നലെ രാവിലെ പൊട്ടിമുളച്ചവരാണെന്നുള്ള MP ഗോവിന്ദൻ മാസ്റ്റർ. പക്ഷെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലെടുത്തുള്ള തീരുമാനങ്ങളിലെ നയങ്ങൾ പാളിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് വിമർശിക്കാം. പക്ഷെ ഒരാളെ വ്യക്തിപരമായിട്ട് പോകാൻ പറ്റത്തില്ല. വ്യക്തിപരമായി ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഗോവിന്ദ മാഷക്ക് ഈ സ്ഥാനത്ത് ഇരിക്കാൻ തരത്തിലുള്ള ധാർമ്മികതയില്ല, യോഗ്യതയില്ല. അത് പറഞ്ഞോളൂ. ഒരു മാതൃകാ നേതാവുമല്ല. അല്ല, മാതൃകാ നേതാവല്ലെന്നൊക്കെ പറയല്ലേ. പിന്നെ അദ്ദേഹം എന്റെ നിലപാടല്ലേ, അങ്ങനെ വായിക്ക് തോന്നുന്നത് കോറയ്ക്ക് മാത്രം പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചാൽ നിങ്ങൾ അംഗീകരിക്കണ്ടപ്പോ നിങ്ങൾ ഇവിടെ തോറ്റു എന്നൊക്കെയുള്ള എല്ലാവരും സമ്മതിച്ചേക്കുന്ന കാര്യമാണല്ലോ. തോറ്റു എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും ഈ വെറുതെ ഒരു നാലാംകിട ഈ നാലാംകിട മൂരികളുടെ ഭാഷയിൽ നിന്ന് ചേട്ടൻ സംസാരിക്കില്ല. അങ്ങനെയല്ലേ പറഞ്ഞത്. കാരണം ഈ നാലാംകിട മൂരികളെ പോയിട്ട് എന്താ കാണിക്കുന്നത്? ഈ മറ്റേ വലിയ രീതിയിൽ മറ്റേ ആളുകളുടെ ഫോട്ടോ എടുത്ത് വെക്കുക, ശൈത്യ തുപ്പുക, ചവിട്ടുക, ബോംബെറിഞ്ഞ് ഫ്ലക്സ് തകർത്ത് കളയുക, ആരെ വേണമെങ്കിലും വിമർശിക്കാം. ഞാൻ മൂരിയാ, ചില മൂരികൾ ചില കാര്യങ്ങൾ പറയുമ്പോ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ തുപ്പയും പിന്നെ ബോംബ് പൊട്ടിക്കൊക്കെ ചെയ്ത പാർട്ടി ആരാന്ന് കേരളത്തിലെ ഓരോ ആൾക്കറിയാം. അതിന്റെ ദുരന്ത ഫലമാണ് ഇപ്പൊ അനുഭവിച്ചാൽ കൂടുതൽ സംസാരിക്കാനില്ല. കാരണം എന്താ പറയാ, ഈ ദുരന്തം ഏറ്റുവാങ്ങി തീർന്ന് തരിപ്പണമായി എല്ലാം തീർന്ന് വെക്കുമ്പോഴും ഇവിടെ എന്തോ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞ് നടക്കുക. മതി ഞാൻ ഇല്ല ഈ പരിപാടിക്ക് നിർത്തി. കാരണം എന്താ പറയാ, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. പോത്തിനോട് വേദം മോദിയിട്ട് കാര്യമില്ല. അവസാനം തോക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞതെല്ലാം തോറ്റു. ഞാൻ പറഞ്ഞെന്താണ്, ഒരു ചർച്ചയുടെ മാന്യത എന്ന് പറയുന്നത് ആ മാന്യത ഒരു മാന്യതയില്ല. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എനിക്കെന്താ വ്യക്തിപരം? ഞാൻ മാസ്റ്റർ വിമർശിച്ചോളൂ, അദ്ദേഹത്തിന്റെ നയത്തെയും വിമർശിച്ചോളൂ. പക്ഷെ അത് അയാൾ നേതാവല്ലെന്നും അയാൾ ഇന്നലെ രാവിലെ അയാൾ മാതൃകാപരമായ നേതാവല്ലെന്ന് ഞാൻ എല്ലാ കാലത്തും പറയും. അത് നിങ്ങളുടെ അനുഭവം. അല്ലെങ്കിൽ അയാൾ ഗോവിന്ദ മാഷ് അയാളെ ഭാര്യ ഏതൊക്കെയാലും അത് ഈ പ്രാവശ്യം ചെയ്ത കാര്യമല്ലേ. അതിനെ വിമർശിച്ചോളൂ. ഇനി ചർച്ചയില്ല. ഞാൻ ചർച്ചയ്ക്കില്ല. കാരണം പറഞ്ഞ മനസ്സിലാകാതെ ചർച്ചയ്ക്കില്ല.